മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വലിയ ആളാവാൻ വേണ്ടി മഹിയെ കുറ്റപ്പെടുത്താൻ പോയ കരുണയ്ക്ക് തക്ക മറുപടി മഹിയാണെങ്കിൽ കൊടുക്കുന്നു. നിൻ്റെ ഭർത്താവ് വാങ്ങി തന്ന എന്തെങ്കിലും സമ്മാനം നിൻ്റെ കയ്യിലുണ്ടോ, കണ്ണേട്ടൻ്റെ സമ്മാനങ്ങളല്ലാതെ എന്ന് പറയുമ്പോൾ അത് വല്ലാതെ ഫീൽ ചെയ്ത് കരുണയാണെങ്കിൽ ഉണ്ണിയോട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു. അങ്ങനെ തിരികെ കമലേശ്വരത്തേക്ക് വരുന്ന കരുണയാണെങ്കിൽ ദുർഗയായിട്ട് ചേർന്ന് ആഘോഷങ്ങളൊക്കെ കെങ്കമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും തയ്യാറെടുപ്പൊക്കെ നടത്തുന്ന സമയത്താണ് ഉണ്ണി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഉണ്ണിയാണെങ്കിൽ പല ഞെട്ടിക്കുന്ന സത്യങ്ങളും കണ്ടുപിടിച്ചതിൻ്റെ ദേഷ്യത്തിലും ആ ഒരു വിഷമത്തിലൊക്കെയാണ് അത് ദുർഗയെയും അതുപോലെ കരുണയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവർക്ക് രണ്ടാൾക്കും മഹാലക്ഷ്മി കണ്ണൻ ഉപേക്ഷിച്ചതിന് ശേഷം കണ്ണൻ പറയുന്നത് മാത്രമാണ് വേദവാക്യം. ഉണ്ണി മനഃപൂർവ്വം കണ്ണനെ സംശയിച്ച് പിന്നാലെ നടക്കുവാണ്. ഞാൻ പറഞ്ഞ സാധനങ്ങൾ വല്ലതും മേടിച്ചിട്ടുണ്ടോ, അതൊക്കെ വണ്ടിയിലിരിക്കുമായിരിക്കും അല്ലേ, പറഞ്ഞ ഒരു സാധനം പോലും മേടിച്ചു തരാൻ ഒരു കഴിവില്ലാത്ത ആളാണ് എപ്പോഴും കണ്ണേട്ടനെ സംശയിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നത്. അങ്ങനെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് എന്തുണ്ടാവും, ഇപ്പം ജോലിയെന്ന് പറഞ്ഞു വിട്ടെങ്കിലും മാസം തോറും തന്നുകൊണ്ടിരിക്കുന്ന ശമ്പളം ഒരു മുടക്കവും കൂടാതെ തരുന്നുണ്ട്. ഇനി പിന്നാലെ നടന്ന് അതും കൂടി ഇല്ലാതാക്കാനുള്ള പുറപ്പാടാ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് എന്ന് പറയുമ്പം അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എന്തായാലും നിങ്ങൾ രണ്ടാളും കണ്ണേട്ട ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ ഞാൻ പറഞ്ഞതിൻ്റെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ കണ്ണേട്ടനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. മാത്രമല്ല കരുണയ്ക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും കരുണയ്ക്ക് സന്തോഷം ഡബിൾ ആകുന്നു. അപ്പോഴത്തേക്കും ഉണ്ണി മനസ്സിൽ നല്ല ദേഷ്യത്തോടെ നിൽക്കുന്നു. എല്ലാവരെയും പറ്റിക്കാൻ എളുപ്പമായി. കണ്ണേട്ടൻ്റെ വർത്തമാനം കേട്ട് കരുണ പോലും വിശ്വസിച്ചിരിക്കുന്നു. അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയും അതുപോലെ കരുണയും ഗിഫ്റ്റുകളൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് ഉണ്ണിയാണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുമ്പോൾ കണ്ണൻ ചോദിക്കുന്നു, എന്താ അവൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തതുപോലെ. ഒന്നുമില്ല മോനെ, അവന് ജോലി നഷ്ടമായതിൻ്റെ വിഷമമാണെന്ന് ദുർഗ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേ കണ്ണന് കാര്യം മനസ്സിലാകുന്നു. ജോലി നഷ്ടമായതിന് ശേഷം എൻ്റെയും മഹിയുടെയും പിന്നാലെയാണ് ഈ ഉണ്ണി. ഇനി അവൻ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകുമോ, അതിൻ്റെ ദേഷ്യമാണോ ഇപ്പോൾ കാണിക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ കണ്ണൻ്റെ മനസ്സിലും അലട്ടുന്നത്. എന്തായാലും ഗിഫ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കരുണ അതിൻ്റെ നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട് കണ്ണനെ. അപ്പം കണ്ണനാണെങ്കിൽ മനസ്സ് വിചാരിക്കുന്ന മുമ്പ് ഞാൻ എന്ത് കൊടുത്താലും വലിച്ചെറിയുന്ന കരുണയുടെ മുഖത്തുനിന്ന് തന്നെയാണോ ഈ സന്തോഷമൊക്കെ കാണുന്നേ എന്ന് വിചാരിച്ച് അകത്തേക്ക് പോകുന്നു. അതേസമയം ഉണ്ണിയാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. തൻ്റെ സംശയങ്ങളൊക്കെ ഏകദേശം ശരിയായിട്ട് വരുന്നു. കണ്ണനും മഹിയും ചേർന്ന് നമ്മളെയൊക്കെ പറ്റിക്കുവാണെന്നും നമ്മുടെ മുമ്പിൽ നാടകം കളിക്കുവാണെന്നുള്ള സത്യം വാമദേവനെ അറിയിക്കുന്ന സമയം വാമദേവൻ പറയുന്നു, ഒരു കാരണവശാലും കണ്ണനും മഹാലക്ഷ്മിയും ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല, അത് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ എങ്ങാണ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനും പൊളിയുമെന്ന് മാത്രമല്ല അവനും അവളും ഈ കണ്ട സ്വത്തുക്കൾ മുഴുവനും ഒറ്റയ്ക്ക് അനുഭവിക്കുകയും നമ്മളെ എല്ലാവരെയും പുറത്താക്കുകയും ചെയ്യും. ഏക ആശ്രയം മേഘനായിരുന്നു. എന്തു പറഞ്ഞാലും മേഘൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് അവനും ആ മാർക്കോയും കൂടി ചേർന്ന് പാവത്തിനെ ജീവശവമാക്കിയേക്കുമല്ലേ. ആ സ്വത്ത് മോഹിച്ച് അവൻ ഒരുപാട് പിന്നാലെ ഓടിയിട്ടുണ്ട്. അതൊന്നും കിട്ടില്ല എന്ന് വന്നപ്പോഴാണ് മേഘൻ അവനെ കൊല്ലാനെങ്കിലും ശ്രമിച്ചു കാണുക. എന്തായാലും അവൻ്റെ ആഗ്രഹം നമ്മളായിട്ട് സാധിച്ചു കൊടുക്കണമെന്ന് വാമദേവന് പറയുമ്പം കണ്ണനും മഹിക്കുമെതിരെ പല നിഗൂഢ നീക്കങ്ങളുമായിട്ട് ഉണ്ണിയാണെങ്കിൽ മനസ്സിൽ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊന്നും അറിയാതെ കണ്ണനും മഹിയും സന്തോഷിക്കുന്നുണ്ട്. ഈ വിഷു ദിവസം അവർ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ആഘോഷിക്കുന്ന ആ സമയത്ത് ഉണ്ണിയുടെ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുവാണ്. അതിനുവേണ്ടി ഉണ്ണി പല കാര്യങ്ങളും തയ്യാറെടുക്കുവാണ്. ദുർഗ കരുണയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഉണ്ണിമോൻ്റെ സംശയം മോള് പറഞ്ഞ് തീർത്തു കൊടുക്കണം, അല്ലാതെ അവൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അവന് നമ്മളോടൊക്കെ ദേഷ്യം തോന്നത്തേ ഉള്ളൂ. ദേ നോക്ക്, കണ്ണൻ്റെ പിന്നാലെ സ്നേഹമായിട്ട് നടക്കുന്നതിൻ്റെ പേരിനല്ലേ ആ മഞ്ജു ഇപ്പോൾ ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അതുപോലെ മോക്കും ഉണ്ണിക്കും സ്നേഹത്തോടെ കണ്ണൻ്റെ പിന്നാലെ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേര് എഴുതി വച്ചൊന്നും ആയിരിക്കും. എന്ത് പറഞ്ഞാലും മോളെ ഇപ്പം അവന് ജീവനാ. മഹിയേക്കായും ഇപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കരുണമോളെയാ. അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞതിൻ്റെ എല്ലാ മാറ്റവും ഇപ്പം മോക്ക് വന്നു ചേരുന്നില്ലേ. ഇനി ഉണ്ണിയുടെ സ്വഭാവം കൂടി മാറിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നിങ്ങൾ രണ്ടാളും കണ്ണൻ്റെ എല്ലാ സ്വത്തുക്കളും പണവും സ്വർണവും ഒക്കെ അനുഭവിക്കാൻ യോഗം ഉണ്ടാവും. അതിനു മുമ്പ് അവൻ്റെ മനസ്സിൽ നിന്ന് ഈ കരട് മാറ്റിയെങ്കിലേ പറ്റൂ. അപ്പം അയാളെ ഞാൻ എത്ര പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചെങ്കിലും അമ്മയുടെ മോനല്ലേ ആള്. എന്തെങ്കിലും ഒരു സംശയം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ വാസ്തവം കണ്ടുപിടിക്കാതെ അയാൾക്കൊരു സമാധാനവും ഇല്ല. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇനി കണ്ണേട്ടന് ഇതിനെ തുടർന്ന് വല്ല ദേഷ്യം ഉണ്ടാവുമെന്ന എൻ്റെ പേടി എന്ന് കരുണയും വേവലാതി പറയുന്നുണ്ട്. എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഉണ്ണിയുടെ ഈ ഒരു നീക്കം
തിരിച്ചറിയുന്ന മാർക്കോയും ദേവി മുത്തശ്ശിയും തീർച്ചയായിട്ടും മേഘനും അതുപോലെ വാമദേവൻ അമ്മാവനും ഒക്കെ കൊടുത്തതുപോലെ നല്ല 8ന്റെ പണി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.